വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കും. പ്രവാസികളുടെ കോവിഡ് പരിശോധനയിലെ അനിശ്ചിതത്വവും ചർച്ചയാകും. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും തീരുമാനിക്കും. CPM സഹയാത്രികനായ KV മനോജ് കുമാറാണ് അധ്യക്ഷ പാനലിൽ ആദ്യ പേരുകാരൻ. ഇദ്ദേഹത്തിന് വേണ്ടി യോഗ്യതയിൽ ഇളവ് വരുത്തിയ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്തുണ്ട്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നെത്തുന്നത് 23 വിമാനങ്ങൾ. 4000-ലേറെ പ്രവാസികളാണ് ഈ വിമാനങ്ങളിൽ കൊച്ചിയിലെത്തുന്നത്. സിഡ്നിയിൽ നിന്നും പ്രത്യേക വിമാനം കൊച്ചിയിലെത്തുന്നുണ്ട്. 180 യാത്രക്കാരുമായി ഡൽഹി വഴി രാത്രി 10-നാണ് ഈ എയർ ഇന്ത്യ വിമാനം കൊച്ചിയിലെത്തുന്നത്. എയർ അറേബ്യ ഷാർജയിൽ നിന്ന് 5 സർവീസുകൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം കൂടിയതോടെ ഇന്നു മുതൽ കർശന നിയന്ത്രണം. സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സർക്കാർ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രണം ഇന്നു മുതൽ നിലവിൽ വരും. ചാല, പാളയം എന്നീ മാർക്കറ്റുകളിൽ കടകൾ തുറക്കാൻ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തി. കരിക്കകം, കടകപ്പള്ളി വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. അടുത്ത 10 ദിവസത്തേക്കാണ് നിയന്ത്രണം. അതിനിടെ രോഗം സ്ഥിരീകരിച്ച മെഡിക്കൽ കോളേജ് സുരക്ഷാ ജീവനക്കാരുടെ സമ്പർക്ക പട്ടിക വിപുലമായത് ആശങ്ക കൂട്ടുന്നു. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് കോവിഡ് ബാധിച്ച സംഭവത്തിൽ പോലീസ് സ്റ്റേഷൻ അടച്ചിടാൻ സാധ്യതയില്ല. ആവശ്യം അംഗീകരിക്കാനാകാത്തതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ. ആവശ്യമെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും പോലീസുകാരെ നിയോഗിക്കും. ഇന്ന് 24 പോലീസുകാരുടെ കോവിഡ് പരിശോധനാ ഫലം കൂടി വരും. എറണാകുളം ചൊവ്വരയിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 12 ജീവനക്കാർ ക്വാറന്റീനിൽ പോയി. പ്രാഥമികാരോഗ്യ കേന്ദ്രം അടയ്ക്കില്ല. ആരോഗ്യ പ്രവർത്തക 72 കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകിയതായും വിവരം. കുട്ടികളുടെ കുടുംബങ്ങളോട് നിരീക്ഷണത്തിൽ പോകാനും നിർദ്ദേശം നൽകി. ദോഹയിൽ നിന്നെത്തിയ കന്യാകുമാരി സ്വദേശികളെ ടാക്സി ഡ്രൈവർ വഴിയിൽ ഇറക്കിവിട്ടതായി പരാതി. എറണാകുളത്ത് നിന്ന് കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുത്തു വന്ന 3 പേരെയാണ് അമരവിള ചെക്ക് പോസ്റ്റിൽ ഇറക്കിവിട്ടത്. ദിശയെയും പോലീസിനെയും ബന്ധപ്പെട്ടുവെങ്കിലും സ്വന്തം ചെലവിൽ ആംബുലൻസ് വിളിച്ച് പോകട്ടെ എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത്. 3 പേരും മണിക്കൂറുകളായി അമരവിളയിൽ തുടരുന്നു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 93.5 ലക്ഷത്തിലേക്ക്. 4,78,000-ത്തിലധികം മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 50 ലക്ഷം കടന്നു. ബ്രസീലിൽ സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 1364 മരണം റിപ്പോർട്ട് ചെയ്തു. ആകെ മരണം 52,776. 40,000 പുതിയ കേസുകളാണ് ഇന്നലെ മാത്രം ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 877 പേർ ഇന്നലെ മരിച്ചു. ആകെ മരണം 1,23,487. 24 ലക്ഷത്തിലധികം പേർക്കാണ് ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ബ്രിട്ടനിൽ 280 പേർ ഇന്നലെ മരിച്ചു. മെക്സിക്കോയിലും മരണസംഖ്യ ഉയരുകയാണ്. ഇന്നലെ മാത്രം 759 പേരാണ് മരിച്ചത്. തുടർച്ചയായി 18ാം ദിവസവും ഡീസൽ വില വർദ്ധിച്ചു. പെട്രോൾ വിലയിൽ മാറ്റമില്ല. ഡീസലിന് 45 പൈസയാണ് വർദ്ധിച്ചത്. 18 ദിവസത്തിനിടെ ഡീസലിന് 9 രൂപ 92 പൈസയാണ് കൂടിയത്. CBSE 12ാം ക്ലാസ് പരീക്ഷ ജൂലൈയിൽ നടത്താനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഇന്ന് വൈകിട്ട് അന്തിമ തീരുമാനമെടുക്കുമെന്ന് CBSE സുപ്രീം കോടതിയിൽ. സമയം അനുവദിക്കണമെന്ന ആവശ്യം അംഗീകരിച്ച കോടതി ഹർജികൾ വ്യാഴാഴ്ച പരിഗണിക്കാനായി മാറ്റി. കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഒരു സംഘം രക്ഷിതാക്കൾ സമർപ്പിച്ച ഹർജികളിലെ ആവശ്യം. അങ്കമാലിയിൽ അച്ഛൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച നവജാത ശിശുവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കുട്ടി കൈകാലുകൾ ചലിപ്പിക്കുകയും കരയുകയും കണ്ണു തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയുള്ള 8 മണിക്കൂർ കൂടി നിർണായകമാണെന്ന് ഡോക്ടർമാർ. ഇന്നലെ നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുഞ്ഞ് മുലപ്പാൽ കുടിച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 18-ാം തീയതിയാണ് 54 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ അച്ഛൻ വലിച്ചെറിഞ്ഞത്. കുഞ്ഞ് കോലഞ്ചേരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കുട്ടിയുടെ അച്ഛൻ ഷൈജു തോമസിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകി. കോഴിക്കോട് മൂരാട് പുഴയിൽ 14-കാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. കണ്ണങ്കണ്ടി സെയ്ദാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട സെയ്ദിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു വിദ്യാർത്ഥി മൂരാട് പുഴയിൽ നീന്തുന്നതിനിടെ മരിച്ചിരുന്നു. മൂരാട് പുഴയിൽ പുതുപ്പണം പുത്തൻ നടയിലായിരുന്നു ഇന്നലെ അപകടം.
ചിട്ടിഫണ്ട് തട്ടിപ്പ് കേസിൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം നൽകാൻ 2 പ്രാദേശിക CPIM നേതാക്കൾ സഹായിച്ചുവെന്ന് പ്രതി AM അൻവർ. സെക്രട്ടറിയെ വിളിച്ച് ഇവർ പണം നൽകാൻ നിർദ്ദേശിച്ചതായും മൊഴി. ഇവരുടെ സഹായത്തോടെ 27,73,000 രൂപ തട്ടിയെടുത്തു. പ്രശ്നം രൂക്ഷമായപ്പോൾ ഇവർ കേസ് ഒതുക്കാനും സഹായിച്ചു. എന്നാൽ പാർട്ടിയിലെ പ്രാദേശിക വിഭാഗീയതയാണ് പ്രശ്നം രൂക്ഷമാക്കിയത്. കൂടുതൽ CPIM നേതാക്കളുടെ പങ്കും പോലീസ് പരിശോധിക്കുന്നു. അതിർത്തിയിൽ ഏപ്രിലിന് മുൻപുള്ള സാഹചര്യം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഇന്ത്യയും ചൈനയും നയതന്ത്ര ചർച്ചകൾ ഇന്ന് പുനരാരംഭിക്കും. ജോയിന്റ് സെക്രട്ടറി തല ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ ഇന്ന് നടക്കുന്നത്. ചൈന നടത്തിയ ആക്രമണത്തിന് ശേഷം ഈ സമിതിയുടെ പ്രവർത്തനം നിലച്ചിരുന്നു. നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ അടക്കമാണ് മുടങ്ങിയത്. അതിർത്തിയിലെ സംഘർഷത്തിന് കാരണമായ പ്രകോപനം അടക്കമാകും സമിതി പരിഗണിക്കുക. അതേസമയം ലഡാക്കിൽ തുടരുന്ന കരസേനാ മേധാവി ഇന്ന് മേഖലയിലെ റോഡ് നിർമ്മാണങ്ങൾ ഓരോന്നും പ്രത്യേകം പരിശോധിക്കും. ആകെ 32 റോഡുകളാണ് ഇവിടെ അതിവേഗം നിർമ്മാണം പൂർത്തിയാക്കുന്നത്. റിക് ഉച്ചകോടിയിൽ റഷ്യയുമായി നടത്തിയ ചർച്ച ക്രിയാത്മകമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന നടപടി ഉണ്ടായാൽ നേരിടുമെന്ന് പ്രതിരോധ മന്ത്രി ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി. പ്രതിരോധ സഹകരണമടക്കം മെച്ചപ്പെടുത്തുന്ന വിഷയത്തിൽ ഇന്ന് ചർച്ചകൾ നടക്കും. ചൈനീസ് പ്രതിരോധ മന്ത്രിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയില്ല. അതിനിടെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് റഷ്യയുടെ പിന്തുണ. 2ാം ലോകമഹായുദ്ധത്തിൽ വിജയം നേടിയതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് മോസ്കോയിൽ നടക്കുന്ന വിജയദിന പരേഡിൽ ബുധനാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കൊല്ലം കുണ്ടറയിൽ ക്രിമിനൽ കേസ് പ്രതിയായ യുവാവിനെ നടുറോഡിലിട്ട് കുത്തിക്കൊന്നവർ കൊച്ചിയിൽ പിടിയിലായി. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രജീഷ്, ബിൻഡോ സാബു എന്നിവരാണ് പിടിയിലായത്. കുണ്ടറ പേരയത്ത ഇന്നലെ രാത്രിയാണ് ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സക്കീർ ബാബുവിനെ നടുറോട്ടിൽ കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ 7 ജില്ലകളിൽ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലർട്ട്. പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കേരള തീരത്ത് 3 മുതൽ 3.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്ക് സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. 26, 27 തീയതികളിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് മുന്നറിയിപ്പ്.